Good morning, dear students. Hope all are safe. Today we are going to discuss another software development lifecycle model, which is Agile model. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ യൂണിറ്റിൽ 4 സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽസ് ഡിസ്കസ് ചെയ്തു. ദേ ആർ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ, ഇറ്ററേറ്റീവ് വാട്ടർഫാൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ model, and the next one is agile model. ഈ ഒരു agile മോഡലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് ആണ്. ഈ 5 മോഡൽസും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ 4 മോഡൽസിന്റെ കമ്പാരിസൺ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ കൂടെ അജൈൽ മോഡലിന്റെ കമ്പാരിസൺ കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ അതൊരു ടോപ്പിക് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ഈ അജൈൽ മോഡലും അതിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് യൂണിറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഇന്നത്തോടു കൂടെ നമ്മൾ നമ്മളെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? എന്താണ് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത്? എന്താണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡല്? ഒരു സോഫ്റ്റ്വെയർ അതിന്റെ ലൈഫ് ടൈമിൽ, അതിന്റെ ഡെവലപ്മെന്റ് ലൈഫ് ടൈമിൽ പോകുന്ന സീരീസ് ഓഫ് സ്റ്റേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് എ സോഫ്റ്റ്വെയർ ഗോ ത്രൂ ഇറ്റ്സ് ലൈഫ് ടൈം or its life cycle, that is known as software life cycle. What is software life cycle models? It is the pictorial or diagrammatic representation of the stages during the lifetime of a software. ഒരു സോഫ്റ്റ്വെയറിന്റെ ലൈഫ് ടൈമിൽ എടുക്കുന്ന ആക്ടിവിറ്റീസിന്റെ സ്റ്റേജസിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെയാണ് അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ശരിക്കും അതിന്റെ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്ന് പറയുന്നത്. ദർ ആർ സോ മെനി സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതിൽ ലാസ്റ്റ് വൺ ആണ് അജൈൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അജൈൽ മോഡൽ ഇവോൾവ് ചെയ്തത് 1990s-ലാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിനൊക്കെ ഓരോ മോഡൽസിനും സം അഡ്വാൻറ്റേജസ് ആൻഡ് സം ഡിസഡ്വാൻറ്റേജസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓൾമോസ്റ്റ് ഓവർകം ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ് അജൈൽ മോഡൽ. അപ്പൊ ഇത് ഇവോൾവ് ചെയ്തത് 1990s-ലാണ്. ഓക്കെ, ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ this model is a combination of incremental model and iterative waterfall model. Iterative waterfall മോഡലിന്റെയും ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡല് നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ ഉണ്ട്, ഇൻക്രിമെന്റൽ മോഡൽ ഓർ ഇവല്യൂഷണറി മോഡൽ എന്ന് പറയും. അപ്പൊ ആ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇതുവരെ നമ്മൾ പഠിച്ച മോഡലുകളിലൊക്കെ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഒരു അടിക്ക് ഡെലിവർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചത്. അതായത് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ദ ആക്ച്വൽ സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പൊ ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറഞ്ഞാല് സ്മോൾ റിലീസസ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഫംഗ്ഷനാലിറ്റീസ് ആദ്യം കണ്ടുപിടിച്ച് അത് ആദ്യം ഡെവലപ്പ് ചെയ്ത് ദെൻ ഒരു 2 വീക്സിനുള്ളിലോ അല്ലെങ്കിൽ 1 വീക്കിനുള്ളിലോ അതിന്റെ അപ്ഡേഷൻ, ദെൻ നെക്സ്റ്റ് 1 വീക്കിനോ 2 വീക്കിനുള്ളിൽ നെക്സ്റ്റ് അപ്ഡേഷൻ. അപ്പൊ ഈ ഒരു രീതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നോർമലി നമ്മൾ ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയുന്നത്. സ്മോൾ ഇൻക്രിമെന്റൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് അങ്ങനെയാണ് വരുന്നത്. എല്ലാ ഫംഗ്ഷനാലിറ്റിയും കൂടെ ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യില്ല. അതിന്റെ കോർ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്നത് ഓക്കെ ആണെങ്കിൽ എന്നിട്ട് കസ്റ്റമറിന്റെ സജഷൻസും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി സജഷൻസും ഒക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റീസ് അതിനോട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏത് സോഫ്റ്റ്വെയർ ആയാലും അതിന്റെ അപ്ഡേഷൻ വരുന്നുണ്ട് അല്ലെ, ഏത് ആപ്ലിക്കേഷൻ ആയാലും. അപ്പം അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് നീഡ്സിനനുസരിച്ച് വീണ്ടും അത് എന്ത് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പൊ അത് ഓരോ വീക്കിലോ അല്ലെ ഓരോ മന്തിലോ ഒക്കെ റിലീസസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഒരു ടൈം പീരീഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടൈം റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറിനൊക്കെ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യുന്നതാണ് ഈ അജൈൽ മോഡൽ എന്ന് പറയുന്നത്. അജൈലിൽ തന്നെ ഒരുപാട് മെത്തഡോളജീസ് ഉണ്ട്. അപ്പൊ അത് ഇപ്പം നൗ ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏതിന്റെ
മെത്തഡോളജീസ് ആണെന്ന് പറയാം. ഈ അജൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്മോൾ ഇൻക്രിമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ റിലീസസ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അജൈൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഈ കോമ്പിനേഷൻ ഓഫ് ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയാൻ കാരണം ഇത് സ്മോൾ ഇൻക്രിമെന്റ്സ് വേർഷൻസ് ആയിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നതെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏത് മോഡലാണ്? ഇറ്ററേറ്റീവ് മോഡലാണ്, റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഇറ്ററേറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പിനേഷൻ ഓഫ് ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയുന്നത്. അജൈലിന്റെ കൺഫ്യൂഷൻ ആയാലോ? ദിസ് മോഡൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽസ്. ഓക്കെ, then it is evolved in 1990s. അജൈൽ മോഡൽ വന്നത് 1990s-ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഫോക്കസ് ഓൺ ദ പ്രോസസ് അഡാപ്റ്റബിലിറ്റി. ഓൾറെഡി ഉള്ള പ്രോസസ്സ് നമുക്ക് ഏതൊക്കെ അഡാപ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ റാപ്പിഡ് ഡെലിവറി ഓഫ് വർക്കിംഗ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. ഇതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. റാപ്പിഡ് ആയിട്ട് വർക്കിംഗ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നതിൽ കൂടെ എന്താണ് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. കാരണം എന്താണ്? നെക്സ്റ്റ് വേർഷൻ വരുന്നത് അവർ പറയുന്ന സജഷൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലായിരിക്കും നെക്സ്റ്റ് റിലീസ് ഉണ്ടാവുക. ദെൻ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അതിൽ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിലോ അത് ഏതിൽ വരും? നെക്സ്റ്റ് റിലീസിൽ വരും. അപ്പൊ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ എയിം ചെയ്തിട്ടാണ് ശരിക്കും ഏത് മോഡൽ വർക്ക് ചെയ്യുന്നത്? അജൈൽ മോഡൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഫോക്കസസ് ഓൺ പ്രോസസ്സസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രോസസ്സ് അക്വയർ ചെയ്യല, അക്സെപ്റ്റ് ചെയ്യപ്പെടുക. ദെൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ റാപ്പിഡ് ഡെലിവറി ഓഫ് വർക്കിംഗ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ അജൈൽ മെത്തേഡ്സ് ബ്രേക്ക് ദ പ്രോഡക്റ്റിന്. അപ്പൊ ഇത് ഈ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് അതിന് സ്മോൾ ഇൻക്രിമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അതിനെയാണ് ഇൻക്രിമെന്റൽ ബിൽഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഇൻക്രിമെന്റൽ ബിൽഡ്സ് ഓരോ ഇറ്ററേഷനും വെച്ചിട്ട് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് സ്മോൾ റിലീസ് ആയിട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലാണ് അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. ഏത് മോഡലാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതെല്ലാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. അജൈൽ മെത്തേഡ്സ് ബ്രേക്ക് ദ പ്രോഡക്റ്റ് ഇൻ ടു സ്മോൾ ഇൻക്രിമെന്റൽ ബിൽഡ്സ്. ദീസ് ബിൽഡ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ഇറ്ററേഷൻ ആസ് സ്മോൾ റിലീസ്. അപ്പൊ ഒരു റിലീസിനെയാണ് നമ്മൾ ഒരു ഇറ്ററേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈച്ച് ഇറ്ററേഷൻ, അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയില്ല. അപ്പൊ ഒരു പോർഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തണം. എന്നിട്ട് മാത്രമാണ് അത് കസ്റ്റമറിന് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ദെൻ ഈ ഇറ്ററേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് ടിപ്പിക്കലി ലാസ്റ്റ് ഫ്രം അബൌട്ട് 1 or 3 weeks എന്നാ പറയാം. 1 to 3 weeks. അതായത് അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഒരു വേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മന്തൊന്നും എടുക്കുന്നുണ്ടാവില്ല. മോർ ദാൻ ഒരു വീക്കേ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു വീക്കിന്റെ ഉള്ളിൽ അടുത്ത റിലീസ് വരും, അല്ലെങ്കിൽ 2 weeksന്റെ ഉള്ളിൽ നെക്സ്റ്റ് അപ്ഡേഷൻ വരും. അപ്പൊ ഒരു ഇറ്ററേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് 1 to 3 weeks ഒക്കെ ഉണ്ടാവുള്ളൂ നോർമലി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ വേണ്ടതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അജൈൽ മോഡൽ. അപ്പം നിങ്ങൾ ഏത് ഡെവലപ്മെന്റ് മോഡലാണോ ഇതിൽ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യം ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇതുവരെ പഠിച്ച സ്പൈറൽ മോഡലോ പ്രോട്ടോടൈപ്പിംഗ് മോഡലോ അതേപോലെ തന്നെ അജൈൽ മോഡലോ ഒക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതൊക്കെ നോർമലായിട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമറിന് അയാളുടെ റിക്വയർമെന്റ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന് വിചാരിക്കുക. ഇപ്പൊ സപ്പോസ് JDTനെ പറ്റി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, JDTന്റെ മാനേജ്മെന്റിനെ പറ്റി പോളിടെക്നിക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഈ അജൈൽ മോഡൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടതെന്നുള്ളത്. അപ്പൊ ആ റിക്വയർമെന്റ്സ് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് വാട്ടർഫോൾ മോഡൽ, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് JDT കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതിന്റെ മെയിൻ്റനൻസ് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് നമ്മളൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അതിനകത്ത് ചേഞ്ചസ് വരാം. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അജൈൽ മോഡലാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യാസപ്പെടുത്താം നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനനുസരിച്ച് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അജൈൽ മോഡൽ എന്താന്ന് മനസ്സിലായല്ലോ. ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്
ഇൻക്രിമെന്റ്സ് ആയിട്ടാണ് സോഫ്റ്റ്വെയർസ് റിലീസ് ചെയ്യുന്നത്. സ്മോൾ റിലീസസ് ആയിട്ടാണ് സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിലീസ് കഴിഞ്ഞാൽ അതിനവിടെ ഒഴിവാക്കോ ഇല്ല, അതിനോട് കൂടിയിട്ട് നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യുക ചെയ്യുന്നത്. ദെൻ അത് നെക്സ്റ്റ് അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത് അടുത്ത റിലീസിൽ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, അല്ലെ അതിന്റെ ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ്, ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ അജൈൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. സി, അപ്പൊ ഇവിടെ നോക്കൂ, ഒരു എത്ര ഇറ്ററേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്? ഇറ്ററേഷൻ 1, ഇറ്ററേഷൻ 2, ഇറ്ററേഷൻ 3. അപ്പൊ ഇവിടെ 3 റിലീസ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റിലീസിൽ നമ്മൾ നേരത്തെ പഠിച്ച ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. പ്ലാനിങ് ഉണ്ട്, റിക്വയർമെന്റ് കളക്ഷൻ ഉണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ആദ്യത്തെ റിലീസ് കൊടുക്കും. ദെൻ 2-3 months ആണ് ഇവിടെ കൊടുത്തത്, 2-3 weeks ആവാം. ദെൻ അടുത്ത റിലീസ് ഇതേപോലെ തന്നെ ഈ പ്രോസസ് എല്ലാം വീണ്ടും ചെയ്യണം. വീണ്ടും കൂടുതൽ റിക്വയർമെന്റ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്യുക. അതിനോട് കൂടിയിട്ട് ഫസ്റ്റിനോട് കൂടിയിട്ടാണ് സെക്കൻഡ് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യുന്നത്. അത് റിലീസ് ചെയ്യും. ദെൻ കസ്റ്റമറിന് അത് യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫീച്ചർ വരുന്ന സമയത്ത് അത് ആഡ് ചെയ്യും, കസ്റ്റമറിന് അതെന്ത് ചെയ്യാം, റിലീസ് ചെയ്യും, അത് യൂസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു ഡയഗ്രാം. നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നു, മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഇറ്ററേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഫേസസും ആദ്യത്തെ സ്മോൾ പോർഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷനാലിറ്റി വീണ്ടും അതിനോടുകൂടെ അതേ ഫേസസ് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യുക. അടുത്ത ഫംഗ്ഷനാലിറ്റി അതേ ഫേസസ് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ സോഫ്റ്റ്വെയറിന് എല്ലാ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെവലപ്മെന്റ് അവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു മെത്തേഡിനെയാണ് അജൈൽ മോഡൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഈ അജൈൽ മോഡൽ അല്ലെങ്കിൽ അജൈൽ അപ്രോച്ചസ് certain principles ഉണ്ട്. അത് സം മാനിഫെസ്റ്റോ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2001 അതിന്റെ ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തതെന്ന് പറയുന്നത്. ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇതിന്റെ ബേസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ പുറത്തിറക്കിയെന്ന് പറയാം. ശരി, ആക്ച്വലി 12 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ 12 പ്രിൻസിപ്പിൾസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 കാര്യങ്ങൾ നമ്മൾ അജൈൽ മോഡൽ വർക്ക് ചെയ്യുന്നതിന്റെ, അല്ലെ അജൈൽ മോഡൽ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു അപ്രോച്ചിന്റെ ഒരു ബേസിക് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ 4 ആദ്യം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു മോഡൽ അസ്യൂം ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ ഏർലി ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി ഓഫ് വാല്യുബിൾ സോഫ്റ്റ്വെയർ. കസ്റ്റമർ എന്തായാലേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ കൊടുക്കാൻ പറ്റണം, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് അപ്ഡേഷൻ കൊടുക്കണം. അങ്ങനെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് ഒന്ന്. രണ്ടാമത്, ഈവൻ ലേറ്റ് ചേഞ്ചസ് ഇൻ ദ റിക്വയർമെന്റ് ഷുഡ് ബി എന്റർടൈൻഡ്. റിക്വയർമെന്റ്സ് ഇപ്പൊ നേരത്തെ നിങ്ങൾ പഠിച്ച മോഡലൊക്കെ അനുസരിച്ച് കസ്റ്റമറിന് പിന്നെ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അതിന് അഡീഷണൽ ഫീച്ചർ വേണമെങ്കിൽ അടുത്ത റിലീസിൽ അത് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ ലേറ്റ് ചേഞ്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ആവശ്യം മാറ്റം വരുന്നതിനനുസരിച്ച് അത് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടാം. അതാണ് ഈവൻ ലേറ്റ് ചേഞ്ചസ് ഇൻ ദ റിക്വയർമെന്റ് ഷുഡ് ബി എന്റർടൈൻ. ഡെലിവർ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസ് ഫ്രീക്വന്റ്ലി. നമുക്ക് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കണം. വീക്സ് റാദർ ദാൻ മന്ത്. മാസങ്ങൾക്ക് അല്ലാണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. പിന്നെ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ദാൻ ഡോക്യുമെന്റേഷൻ. നമ്മളൊക്കെ എഴുതി വെക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ ഒരു രീതി അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസ് ദ പ്രൈമറി മെഷർ ഓഫ് എ പ്രോഗ്രസ്. ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രോഗ്രസിന്റെ ഏറ്റവും കീ മെഷർ എന്ന് പറയുന്നത് ഒരു നല്ല വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആൻഡ് ഇൻവോൾവ്മെന്റ് ഓഫ് കസ്റ്റമർ ഈസ് നെസസറി ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും ഇൻവോൾവ്മെന്റും വളരെ അത്യാവശ്യമാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത്. സിമ്പിൾ ഡിസൈൻ വിച്ച് ഇൻവോൾവ്സ് വിത്ത് ഇൻ ടൈം ഈസ് ബെറ്റർ ദാൻ എലാബറേറ്റ് ഡിസൈൻ അറ്റ് ദ ബിഗിനിങ്സ്. തുടക്കത്തിൽ തന്നെ വലിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് ആദ്യം ചെറിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമറിന് കൊടുത്ത് അവരുടെ സജഷൻ അനുസരിച്ചിട്ട് അത് വലുതാക്കുന്നത്. ദ ഡെലിവറി ഡേറ്റ്സ് ആർ ഡിസൈഡഡ് ബൈ എ ടീം ഓഫ് ടാലന്റഡ് ഇൻഡിവിജ്വൽ. നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പം ഇതിന്റെ പുതിയ വേർഷൻ അപ്ഡേഷൻ ഒക്കെ വരും എന്നൊക്കെ ആദ്യമേ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ സമയത്ത് അത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഒരു ടീം ഓഫ് ടാലന്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളിലാണ് നമ്മളുടെ ഏത് അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്, അജൈൽ അപ്രോച്ച്. അപ്പൊ അജൈലിൽ തന്നെ നമ്പർ ഓഫ് അപ്രോച്ചസ് ഉണ്ട്. അതെല്ലാം ഏതിന്റെ ബേസിലാണ്, ഈ പറഞ്ഞ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് പോപ്പുലർ അജൈൽ മെത്തേഡ്സ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എല്ലാം അതിൽ വേറെ സെപ്പറേറ്റ് മെത്തേഡ്സ് ഇല്ല. ഇറ്റ് സെൽഫ് എ മോഡൽ. സ്പൈറൽ മോഡൽ ആയാലും ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ ആയാലും ഓക്കെ. അജൈൽ എന്ന് പറയുന്നത് ഒരു അപ്രോച്ച് ആണ്. അപ്പൊ ആ അജൈൽ അപ്രോച്ച് നമ്മൾ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ, ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പൊ അതിൽ ഏത് മോഡൽസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡെവലപ്മെന്റിൽ സ്യൂട്ടബിൾ ആയ മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള അജൈലിൽ വരുന്ന മോഡൽസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഡെവലപ്മെന്റിന് ഫോളോ ചെയ്യാം. ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു മോഡൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ജസ്റ്റ് അതിന്റെ നെയിം മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. ദാറ്റ് ഈസ് റേഷണൽ യൂണിഫൈഡ് പ്രോസസ്, സ്ക്രം, ക്രിസ്റ്റൽ ക്ലിയർ, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെന്റ്, ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെന്റ് മെത്തേഡ്സ്. ദീസ് ആർ ദ മേജർ അജൈൽ മെത്തേഡ്സ്. അപ്പൊ ഈ എല്ലാ മെത്തേഡ്സും വർക്ക് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്? അജൈൽ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ജസ്റ്റ് ഈ നെയിംസ് ഒന്ന് ഓർത്ത് വെക്കുക. റേഷണൽ യൂണിഫൈഡ് പ്രോസസ്, സ്ക്രം, ക്രിസ്റ്റൽ ക്ലിയർ, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെന്റ് ആൻഡ് ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെന്റ് മെത്തേഡ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ പ്രോജക്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോന്നിനും വ്യത്യാസമുണ്ട് സ്വീകരിക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു മെത്തേഡ് വളരെ കോമൺ ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അപ്പൊ അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് മാത്രം അജൈൽ മോഡൽ എന്ന് ചോദിക്കണമെന്നില്ല. എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. ഈ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് എക്സാമിന് അത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ഓർ XP എന്ന് പറയും. അപ്പൊ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡലാണ്. അജൈൽ മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ് ഈ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ആണ്. Extreme programming it is one of the most popular agile method. It believes that changes are inevitable. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഈ ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് അത് അഡാപ്റ്റ് ചെയ്തിട്ട് അടുത്ത വേർഷനിൽ അത് എന്ത് ചെയ്യണം, ആ ചേഞ്ചസോട് കൂടി വേണം നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഇറ്ററേറ്റീവ്ലി ആൻഡ് അവോയ്ഡ്സ് ഡീറ്റെയിൽഡ് ആൻഡ് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ ഡോക്യുമെന്റേഷൻ ഒന്നും എക്സ്ട്രീം പ്രോഗ്രാമിംഗിൽ ഇല്ല. പക്ഷെ സോഫ്റ്റ്വെയർ ഇറ്ററേറ്റീവ്ലി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ഇൻക്രിമെന്റ്സ് ആയിട്ട് ഒരു വേർഷൻ ആദ്യം, ദെൻ അതിന്റെ കൂടെ അടുത്ത ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വേർഷൻ, ഈ ഒരു രീതിയിലാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സും കൂടെ നമുക്ക് നോക്കാം. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നുകിൽ അജൈൽ മോഡൽ ചോദിക്കാം, അതർവൈസ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ദ ഡെവലപ്മെന്റ് പ്രോസസ് ഓഫ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രാം ആണ്. ഓക്കെ, നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ഡയഗ്രാംസ് ഒക്കെ ആണ്. അപ്പൊ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പൊ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂസർ സ്റ്റോറീസ് വെച്ചിട്ടാണ്. യൂസർ സ്റ്റോറീസ് എന്നുള്ള വാക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുകയായിരിക്കും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. യൂസർ റിക്വയർമെന്റ് എന്താണ് ആ യൂസർ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമറിന്റെ നീഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രൊജക്റ്റിൽ ഒരു യൂസർ സ്റ്റോറി അല്ല ഉണ്ടാവും. കസ്റ്റമറിന് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യോ? ഇല്ല, ഒന്നിലധികം ആവശ്യങ്ങൾ ഉണ്ടാവും, ഒന്നിലധികം ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഓരോ യൂസർ സ്റ്റോറീസ് ആയിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഓരോ യൂസർ സ്റ്റോറിയും ഒരു സെപ്പറേറ്റ് കാർഡാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു സെപ്പറേറ്റ് യൂസർ സ്റ്റോറി ആയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷനാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ സ്റ്റോറീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിന് എത്ര സമയമെടുക്കും, അതിന്റെ ടൈമും കോസ്റ്റും ഒക്കെ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പൊ എസ്റ്റിമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീസ് പ്ലാനിങ് നടത്തും. റിലീസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിന് നമ്മൾ ഏത് യൂസർ സ്റ്റോറിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാലിറ്റിയാണ് ഏത് ഡേറ്റിനാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്, അത് അനൗൺസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഇറ്ററേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇറ്റ്സെൽഫ് ശരിക്കും ഒരു വലിയ ഡയഗ്രമാണ്. ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, ഒരു സോഫ്റ്റ്വെയറിനെ പ്ലാൻ ചെയ്ത് അതിന് റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കി അതിനെ ഡിസൈൻ ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്ത് വരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഇറ്ററേഷൻ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ഏത് ഫംഗ്ഷനാലിറ്റി ആണോ സെലക്ട് ചെയ്തത് ആ ഫംഗ്ഷനാലിറ്റി എപ്പം റിലീസ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ആ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഇവിടെ എത്തുമ്പോൾ നടക്കുന്നത്. ഇറ്ററേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എത്തുമ്പോൾ നടക്കുന്നത്. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം റിലീസ് ചെയ്യാൻ റെഡിയാണ്. ദെൻ അത് റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് ആവണം. അതിനാണ് ഇവിടെ എന്ത് നടത്തുന്നത്? ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? സ്മോൾ റിലീസ് ആയിട്ട് മാറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ബീറ്റ വേർഷൻ ആയിരിക്കും ഇറങ്ങാം. ഓക്കെ, സപ്പോസ് ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഫെയിൽഡ് ആണെങ്കിൽ കസ്റ്റമറിന് അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ വീണ്ടും ഇതേ പ്രോസസ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ആ അഡീഷണൽ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തും. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്മോൾ പോർഷൻ പറഞ്ഞ ഡേറ്റിന് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രീം പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ഞാൻ നെക്സ്റ്റ് ഫേസിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. അപ്പൊ യൂസർ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. കസ്റ്റമർ റിക്വയർമെന്റിന്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂസർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ എഴുതിയത്. എക്സ്ട്രീം പ്രോഗ്രാമിംഗ് project starts with user stories. സ്റ്റാർട്ട് ചെയ്യുന്നത് യൂസർ സ്റ്റോറി വെച്ചിട്ടാണ്. യൂസർ സ്റ്റോറീസ് ആർ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ യൂസർ ആൻഡ് ദ കസ്റ്റമർ ഷുഡ് ലൈക്ക് ടു സപ്പോർട്ട് ദ സിസ്റ്റം. ഈ സിസ്റ്റം എന്ത് സപ്പോർട്ടാണ് കസ്റ്റമറും യൂസർ തരണം എന്നാണ് കസ്റ്റമറും യൂസറും വിചാരിക്കുന്നത്. അതിനെയാണ് യൂസർ സ്റ്റോറീസ് എന്ന് വിളിക്കുന്നത്. ദ ഡെവലപ്മെന്റ് ടീം എസ്റ്റിമേറ്റ് ദ ടൈം ടു ഇംപ്ലിമെന്റ് എ യൂസർ സ്റ്റോറി. ഇപ്പൊ യൂസർ സ്റ്റോറീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു യൂസർ സ്റ്റോറി സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂസർ സ്റ്റോറീസിൽ എപ്പം ഏത് യൂസർ സ്റ്റോറി ഇംപ്ലിമെന്റ് ചെയ്യണം അതിന്റെ ടൈമും ഡേറ്റും എസ്റ്റിമേറ്റ് ചെയ്യും. After that, using these stories and ഈ എസ്റ്റിമേറ്റും സ്റ്റോറീസും ഉപയോഗിച്ച് ഒരു റിലീസ് പ്ലാനിങ് ഉണ്ടാക്കും. ഏത് ഡേറ്റിന് എന്ത് എന്ത് റിലീസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദെൻ ഡെവലപ്മെന്റ് ഈസ് ഡൺ ഇൻ ഇറ്ററേഷൻ. ഡെവലപ്മെന്റ് ഇറ്ററേഷൻസ് ആയിട്ടാണ് ഡൺ ചെയ്യുന്നത്. യൂണിറ്റ് ടെസ്റ്റ് ആർ ക്യാരിഡ് ഔട്ട് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് യൂണിറ്റ്സ് ആർ പെർഫോംഡ്. അപ്പൊ ഇറ്ററേഷനിൽ എന്തൊക്കെ ചെയ്യും? റിക്വയർമെന്റ് കളക്ട് ചെയ്യും, അത് ഡിസൈൻ ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും, ഓരോ യൂണിറ്റും ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു യൂസർ സ്റ്റോറീസിൽ തന്നെ ഒന്നിലധികം യൂണിറ്റ്സ് ഉണ്ടാവാം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും, വീണ്ടും ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പോർഷൻ ആയിട്ട് ആണ് ഈ ഒരു ഇറ്ററേഷനിൽ നമുക്ക് കിട്ടുക. അപ്പൊ ആ സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇറ്ററേഷൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ടേക്സ് പ്ലേസ്. ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി സിസ്റ്റം ടെസ്റ്റിംഗ് പഠിച്ചതാണ്. ആരാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തുക? കസ്റ്റമർ ആണ് നടത്തുക. അപ്പൊ ഇഫ് ദ കസ്റ്റമർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇറ്ററേഷൻ പെർഫോംഡ് അഗെയിൻ. കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? ആ സോഫ്റ്റ്വെയറിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ എന്താണോ മാറ്റം വരുത്തേണ്ട ചേഞ്ചസ് മാറ്റം വരും. അതുകൊണ്ടാണ് ഈ അജൈൽ മോഡലിൽ ലേറ്റ് ചേഞ്ചസ് ഈവൻ എന്റർടൈൻ എന്ന് പറയുന്നത്. എത്ര ലേറ്റ് ആയിട്ടുള്ള ചേഞ്ചസും എന്റർടൈൻ ചെയ്യും. ദെൻ ആഫ്റ്റർ ഫൈനലൈസിംഗ് ദ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? സ്മോൾ റിലീസ് നടത്തും. എ സ്മോൾ വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ റിലീസ്ഡ് ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗിന്റെ പ്രോസസ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്? മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അജൈൽ ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അജൈൽ മോഡലിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ജസ്റ്റ് സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജസ് എന്താണ്? ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചതിൽ തന്നെ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാൻ പോയിന്റ്സ് ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി റിയലിസ്റ്റിക് അപ്രോച്ച് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിയലിസ്റ്റിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ നമുക്ക് അതിനോട് ആഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം? വേർഷൻസ് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അത് റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് ടീം വർക്ക് ആൻഡ് ക്രോസ് ട്രെയിനിങ്. ഒരു ടീം വർക്കാണ്. ഒരു എന്താ പറയുക, ടാലന്റഡ് സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ടീം വർക്ക് വിച്ച് മീൻസ് കസ്റ്റമറിന്റെ ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ട്, യൂസേഴ്സിന്റെ ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ട്. ഫംഗ്ഷനാലിറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് റാപ്പിഡ്ലി ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ്. ഫംഗ്ഷനാലിറ്റീസ് ഇമീഡിയറ്റ് ആയിട്ട് ഇൻക്രിമെന്റ്സ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. റിസോഴ്സ് റിക്വയർമെന്റ്സ് ആർ മിനിമം. ആദ്യമേ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ല ചെയ്യുന്നത്. സോ സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് ഓർ ചേഞ്ചിങ് റിക്വയർമെന്റ്സ്. നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനൊക്കെ വളരെയധികം സ്യൂട്ടബിൾ ആണ്. അതൊക്കെയാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഡെലിവേഴ്സ് ഏർലി പാർഷ്യൽ വർക്കിംഗ് സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവുന്നത് വരെ എല്ലാം കംപ്ലീറ്റ് ഫംഗ്ഷൻസും ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു പോർഷൻ ഓഫ് സോഫ്റ്റ്വെയർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ പറ്റും. ഗുഡ് മോഡൽ ഫോർ എൻവയോൺമെന്റ് ദാറ്റ് ചേഞ്ച് സ്റ്റഡിലി. മാറിക്കൊണ്ടിരിക്കുന്ന അതായത് റിക്വയർമെന്റ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ഗുഡ് ആയിട്ടുള്ള മോഡലാണ്. മിനിമൽ റൂൾസ്, ഡോക്യുമെന്റേഷൻ ഈസിലി എംപ്ലോയിഡ്. മിനിമൽ റൂൾസ്
അത് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ ഇതുവരെ SDLC മറ്റ് SDLCs ഒക്കെ പഠിച്ച സമയത്ത് അതിൽ SRS ഡോക്യുമെന്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഒക്കെ വളരെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഈസി ടു മാനേജ്, ഗീവ് ഫ്ലെക്സിബിലിറ്റി ടു ഡെവലപ്പേഴ്സ്. മാനേജ് ചെയ്യാൻ ഈസിയാണ്, ഡെവലപ്പേഴ്സിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. വൈ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു റിലീസിൽ നമ്മൾ ആഡ് ചെയ്യാത്തൊരു ഫംഗ്ഷനാലിറ്റി നെക്സ്റ്റ് റിലീസിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Then moving on to the disadvantages. It is not suitable for handling complex dependencies. അതെന്താണ്, ഒരു ഫംഗ്ഷനാലിറ്റി വേറൊരു ഫംഗ്ഷനാലിറ്റി തമ്മിൽ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേർഷൻസ് ആയിട്ട് ഇറക്കുന്ന സമയത്ത് ഒന്നിന്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേലേക്ക് പോകുന്നത്. ഇത് തമ്മിലൊക്കെ ഇന്റർ റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ടാവും. പിന്നെ മോർ റിസ്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി ആൻഡ് എക്സ്റ്റൻസിബിലിറ്റി. റിസ്ക് ഉണ്ട്. കാരണം എന്താണ്, ഇത് നമ്മൾ ഒരു വേർഷൻ ഇറക്കി അവിടെ ഇട്ട് പോയാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവുമോ, കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പം അത് കറക്റ്റ് ആയിട്ട് സ്ഥിരത ഉണ്ടാവണം. നമ്മൾ ആ ഡെവലപ്മെന്റ് ടീമിനും ഒക്കെ സ്ഥിരത ഉണ്ടാവണം. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ റിസ്ക് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ കസ്റ്റമർ ഇന്ററാക്ഷൻ. സോ ഇഫ് ദ കസ്റ്റമർ ഈസ് നോട്ട് ക്ലിയർ, ടീം ക്യാൻ ബി ഡ്രിവൺ ഇൻ ദ റോങ് ഡയറക്ഷൻ. ഇതിപ്പോ ഇതിൽ ഭയങ്കരമായിട്ട് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമ്മൾ എന്താ പറയാ കണക്കാക്കുന്നുണ്ട്. അപ്പൊ അത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമറിന് ആ ഒരു ക്ലിയർ അല്ലെങ്കിൽ അയാൾ റോങ് ഫീഡ്ബാക്ക് കൊടുത്താൽ അതിനെ ബേസ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ ആ സോഫ്റ്റ്വെയറും ഏത് ഡയറക്ഷനിൽ പോകും, റോങ് ഡയറക്ഷനിൽ പോകും. മിനിമം ഡോക്യുമെന്റേഷൻ ജനറേറ്റ്. അപ്പൊ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ വേണ്ട നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞു. പ്ലസ് അത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ എന്തുണ്ടാവാം, പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ടു ന്യൂ ടീം മെമ്പേഴ്സ് മേ ബി ക്വൈറ്റ് ചാലഞ്ചിങ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഡോക്യുമെന്റേഷൻ. അപ്പൊ ഈ ഡോക്യുമെന്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ടീം ഒരു 3 ഇറ്ററേഷൻ ഡെവലപ്പ് ചെയ്തു, ദെൻ നെക്സ്റ്റ് ടീം വന്നിട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്കിത് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരേ ടീം അല്ല ചെയ്യുന്നെങ്കിൽ ഒരേ ടീം ചെയ്തോളണമെന്നില്ല, അതിന് നെക്സ്റ്റ് ടീം ചേഞ്ച് ചെയ്യപ്പെടും. അപ്പൊ അത് ടെക്നോളജി അഡാപ്റ്റേഷൻ ഒക്കെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പൊ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അജൈൽ മോഡൽ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മോഡൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ 5 ലൈഫ് സൈക്കിൾ മോഡൽസ് പഠിച്ചു. ഇത് നമ്മൾ പഠിച്ചത് എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് മോഡൽ വേണോ എന്ന് തീരുമാനിച്ചിട്ട് ആ ഒരു മോഡലിന്റെ ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് പിന്നെ ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോഴും ഇന്റർവ്യൂസിന് പോകുമ്പോഴും ഒക്കെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതല്ലാതെ വേറെയും മോഡൽസ് ഉണ്ട്, ഈ മോഡൽ ഇവല്യൂഷണറി മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് സിലബസിൽ ഈ 5 മോഡൽസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ 1ഉം 2ഉം ഓരോ മോഡലൊക്കെ ഓരോ ക്ലാസ്സിലും എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ യൂണിറ്റിലുള്ളത്. അപ്പൊ നമ്മൾ ഇന്നെടുത്ത പോർഷനിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്ലെയിൻ അജൈൽ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ വാട്ട് ഈസ് ദ കോമൺ പ്രിൻസിപ്പിൾസ് ഓഫ് അജൈൽ മോഡൽ. 8 പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 12 പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി ഉള്ളത്, ഞാൻ കുറച്ചതാണ്. ദെൻ എക്സ്പ്ലെയിൻ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അജൈൽ മോഡൽ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, കമ്പയർ ഡിഫറെന്റ് ലൈഫ് സൈക്കിൾ മോഡൽസ്. ഇപ്പൊ ഈ കമ്പാരിസൺ ചോദിക്കുമ്പോൾ 5 മോഡലും കൂടെ കമ്പയർ ചെയ്യാൻ പറയില്ല. ഏതെങ്കിലും ഞാൻ ആ എക്സാമിന് ചോദിച്ച പോലെ സ്പൈറൽ മോഡലും അജൈൽ മോഡലും കമ്പാരിസൺ ചോദിക്കാം, സ്പൈറൽ മോഡലും ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലും ചോദിക്കാം, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലും അജൈൽ മോഡലും ചോദിക്കാം, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡലും പ്രോട്ടോടൈപ്പിംഗ് മോഡലും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ 2ഓ 3ഓ മോഡൽസ് എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ മോഡൽ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, കമ്പാരിസൺ അതേപോലെ പഠിച്ചാലും കമ്പയർ ചെയ്യാം. അത് നിങ്ങളൊന്ന് അസൈൻമെന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. അപ്പൊ നേരത്തെ എഴുതിയ അസൈൻമെന്റിന്റെ കൂടെ ഏത് മോഡലും കൂടെ കൂട്ടി എഴുതിയാൽ മതി, അജൈൽ മോഡലും കൂടെ കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഉള്ളത്. എന്തൊക്കെയാണ് നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്തത്? ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, എമർജൻസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പിന്നെ which are the development phases of software engineering. ബേസിക് ആയിട്ട് വരുന്ന 6 ഫേസസ് ഒന്നും ഒരിക്കലും മറന്നു പോയത്. ഏതൊക്കെയായിരുന്നു? ഫിസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ഇപ്പൊ ഈ 6 ഫേസസ് എന്തൊക്കെയാണോ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്താണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ്, അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 മോഡൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, ഞാൻ ഏതെങ്കിലും കൂടെ എടുക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങളെ സിലബസ് കവർ ചെയ്ത് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുക, പഠിക്കുക, ഇതിന്റെ നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട്
ആയിട്ട് എഴുതുക. ഫസ്റ്റ് യൂണിറ്റിന്റെ നോട്ട് ഇതുവരെയുള്ളത് എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിരിക്കണം സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കൂടൊക്കെ കൂടി വരികയാണ്. ആരും കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ട. എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു ഡിയേഴ്സ്.